യാത്ര പോയി ആ സമയത്താണ് സുതലത്തിലെത്തുമ്പോൾ അവിടെ മഹാബലി തമ്പുരാനുണ്ട്. അങ്ങനെ മഹാബലിയോട് വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ ശ്രീകൃഷ്ണൻ ഇങ്ങനെ യുധിഷ്ഠിരനെ കൊണ്ടുപോകുന്നതിന് ചെറിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം വെച്ചെങ്കിൽ യുധിഷ്ഠിരന് കുറച്ചൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ വളരെ നന്നായിട്ട് നാട് ഭരിക്കുന്നുണ്ട്, മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വളരെ നന്നായിട്ട് നാട് ഭരിക്കുന്നുണ്ട്, ഞാൻ ധാരാളം സേവ ചെയ്യുന്നു, ധാരാളം പേർക്ക് അന്നദാനം നടത്തുന്നു, ധാരാളം പേർക്ക് മെഡിക്കലിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു അഹങ്കാരം യുധിഷ്ഠിരന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കുറയ്ക്കണമെന്ന് ശ്രീകൃഷ്ണനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ശ്രീകൃഷ്ണൻ ഇങ്ങനെ യുധിഷ്ഠിരനെയും കൂട്ടിയിട്ടാണ് മഹാബലിയെ കാണാൻ വേണ്ടി പോയത്. അങ്ങനെ സംസ്ഥാന മധ്യം മഹാബലി ചോദിച്ചു ഇത്രേ, എങ്ങനെയുണ്ട് ഇപ്പൊ നാട്ടിലും ഭരണമൊക്കെ എന്ന് ചോദിച്ചു. അങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ ദിവസവും 10,000-ഓളം പേർക്ക് അന്നദാനം നടത്തുന്നുണ്ട്, ധാരാളം പേർക്ക് ഞാൻ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, ധാരാളം പേർക്ക് ധാരാളം സൗകര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ മഹാബലി ഒന്ന് ചിരിച്ചു. അപ്പൊ ചിരി പലതരത്തിലുണ്ട് അല്ലേ. അപ്പൊ യുധിഷ്ഠിരൻ മനസ്സിലാക്കി ഇതൊന്ന് കളിയാക്കി ചിരിച്ചതാണ്. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു അത്രേ, എന്താണ് അങ്ങ് കളിയാക്കി ചിരിച്ചത് എന്ന് ചോദിച്ചു. അപ്പോ മഹാബലി പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ എൻ്റെ പിതാവിന്റെ ശ്രാദ്ധം മൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 പേരെ ഭക്ഷണം കഴിക്കാൻ കിട്ടണമായിരുന്നു, അതെന്റെ നാട്ടിൽ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ഒരു 4 ആളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് എന്റെ നാട്ടിൽ കിട്ടിയില്ല, അതായിരുന്നു ആ കാലത്തെ അവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പൊ യുധിഷ്ഠിരന് മനസ്സിലായി, ഇത്രേ ഒരു ക്ഷേമരാജ്യം എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്ഷേമരാജ്യമാണ് യഥാർത്ഥത്തില് അത്തരത്തിലുള്ള ഒരു ക്ഷേമരാജ്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു സ്വപ്നം. ആ സ്വപ്നം എന്നെങ്കിലും ഈശ്വരാനുഗ്രഹം കൊണ്ട് സംഭവിക്കുമെന്നുള്ള ആ ഒരു ഓർമ്മ പുതുക്കലാണ് യഥാർത്ഥത്തിൽ ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ഓരോ ആഘോഷങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് വലിയ പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ തരുന്നതാണ്. അപ്പൊ നമ്മളൊക്കെ എങ്ങനെയായിരിക്കണം, നമ്മളൊക്കെ അതേ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണം. നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ, അതേപോലെ നമുക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ ഓണം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം എന്നുള്ളത്, ആരാണോ തൻ്റെ സർവസ്വവും ഈശ്വരനായിട്ട് സമർപ്പിക്കുന്നത് അവൻ ഈശ്വര തുല്യനായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഓണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് കൊടുക്കാൻ തുടങ്ങാമെന്നുള്ളതാണ്.